നമസ്കാരം. തേർഡ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതി. ആന എഴുന്നള്ളത്തിനെതിരെ ഉത്തരവുകൾ ഇറക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാരുടെ നടപടിക്കെതിരെ സുപ്രീം കോടതി. ആന എഴുന്നള്ളത്ത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി അത് തടയാനുള്ള നീക്കമാണോ ഹൈക്കോടതി നടത്തുന്നതെന്ന സംശയവും ഉന്നയിച്ചു. ജില്ലാ സമിതി രൂപീകരിച്ച് നാട്ടാനകളുടെ സർവേ നടത്തണം. ലൈസൻസ് ഇല്ലാത്ത ആനകളെ എഴുന്നള്ളത്തിന് അനുവദിക്കരുത്. പുതുതായി ഒരു ലൈസൻസും കൊടുക്കരുത് തുടങ്ങിയ ഹൈക്കോടതി ഇടക്കാല ഉത്തരവുകളാണ് സ്റ്റേ ചെയ്തുകൊണ്ട് നടപടിയായത്. പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് നിരാഹാര സമരത്തിനിറങ്ങി ആശമാർ. കൊടും വെയിലിലും പെരുമഴയിലും തളരാതെ ആശമാർ തലസ്ഥാനത്ത് പ്രതിഷേധത്തിന്റെ ഉരുക്കുമതിൽ തീർത്തു. വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യവും നൽകാതെ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം. 20 മുതൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കും. 3 നേതാക്കൾ നിരാഹാരം ഇരിക്കുമെന്നാണ് പ്രഖ്യാപനം. കണിക്കൊന്ന കിട്ടാതാകുമോ എന്ന ആശങ്കയിൽ ഒരു വിഷുക്കാലം. തുലാവർഷം കുറയുകയും വേനൽ കടുക്കുകയും ചെയ്താൽ കണിക്കൊന്ന നേരത്തെ പൂക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. വിഷുക്കണി ഒരുക്കുന്നതിൽ മറ്റു ഫലങ്ങൾക്കൊപ്പം കണിക്കൊന്നയും പ്രധാനിയാണ്. എന്നാൽ നേരത്തെ പൂത്തതിനാൽ പലതും കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇത്തവണ വിഷുക്കണി ഒരുക്കുന്നതിന് പൂ ലഭിക്കുമോ എന്ന ആശങ്കയുണ്ട്. വിഷുക്കാലത്ത് ഏറെ ആവശ്യക്കാരുള്ള കൊന്നപ്പൂവിന് മാർക്കറ്റിൽ നല്ല വിലയാണ് ലഭിക്കുന്നത്. പുഷ്പയുടെ 3ാം വരവ് 2028. അല്ലു അർജുൻ ചിത്രം പുഷ്പയുടെ 3ാം ഭാഗമായ പുഷ്പ 3 ദ റാം പേജ് 2028 റിലീസ് ചെയ്യും. 2027 ചിത്രീകരണം ആരംഭിക്കും. അല്ലു അർജുന്റെ കരിയറിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രമാണ് പുഷ്പ 2. സുകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ രശ്മിക മന്ദാനയായിരുന്നു നായിക. അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് അല്ലു അർജുൻ ഇനി അഭിനയിക്കുക. അറ്റ്ലിയുടെ തെലുങ്ക് അരങ്ങേറ്റമാണ്. ഇതിനുശേഷം ത്രിവിക്രം ശ്രീനിവാസനൊപ്പമുള്ള ചിത്രത്തിൽ അല്ലു അർജുൻ അഭിനയിക്കും. തുടർന്ന് പുഷ്പ 3യിൽ അഭിനയിക്കാനാണ് തീരുമാനം. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് അല്ലു അർജുൻ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. സുനിതയ്ക്ക് മുന്നിൽ ഇനിയും വെല്ലുവിളികൾ. ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന സുനിതയ്ക്കും ബിൽമോറിനും മുന്നിൽ നിരവധി വെല്ലുവിളികളാണുള്ളത്. ബഹിരാകാശത്തെ മൈക്രോഗ്രാവിറ്റിയിൽ ദീർഘനാൾ കഴിഞ്ഞതിൽ ഇരുവർക്കും സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നതിന് ആഴ്ചകൾ വേണ്ടിവന്നേക്കും. പേശികളുടെ ബലഹീനതയും ക്ഷീണവും, അസ്ഥികളുടെ സാന്ദ്രത നഷ്ടമാകുന്നതും, തുലന നിലയിലെ പ്രശ്നങ്ങൾ, ഹൃദയാരോഗ്യം, രോഗപ്രതിരോധ സംവിധാനത്തിലെ മാറ്റങ്ങൾ, മാനസിക നിലയിലെ മാറ്റങ്ങൾ, റേഡിയേഷൻ, കാഴ്ചയിലെ മാറ്റങ്ങൾ, ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടൽ എന്നിങ്ങനെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ മറികടന്നു മാത്രമേ സാധാരണ ജീവിതത്തിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സുനിതയുടെ പ്രതിഫലം 1.41 കോടി രൂപയാണ് എന്നതാണ് നിലവിലെ വിവരം. ലഹരി പിടികൂടിയാൽ വധശിക്ഷ വരെ കിട്ടാം. വാണിജ്യ ആവശ്യത്തിന് ലഹരി മരുന്ന് കൈവശം വച്ചാൽ വധശിക്ഷ വരെ കിട്ടാം. പിടിച്ച ലഹരിയുടെ അളവനുസരിച്ചാണ് ശിക്ഷ. കഞ്ചാവ് കൃഷിക്ക് 10 വർഷം വരെ ശിക്ഷ കിട്ടാം. ചെറിയ അളവിൽ കഞ്ചാവ് കടത്തിയാൽ 1 വർഷവും വൻതോതിലാണെങ്കിൽ 20 വർഷം വരെയും തടവ് ശിക്ഷയുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ചാലും 1 വർഷം തടവുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ഓട്ടിസം സെന്റർ ആരംഭിക്കാൻ ഒരുങ്ങുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഓട്ടിസം സെന്റർ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം, ആരോഗ്യം, സ്വയം തൊഴിൽ, വിദ്യാഭ്യാസം, തൊഴിൽ സംവരണം തുടങ്ങിയവയ്ക്ക് സാമൂഹ്യനീതി വകുപ്പ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള സമഗ്ര പദ്ധതിയെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. കൊല്ലത്ത് വിദ്യാർത്ഥിയെ കൊന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ വഴിത്തിരിവ്. കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന ശേഷം പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥി ഫെമിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത്. കൊലപാതക ശേഷം പ്രതി തേജസ് രാജ് ചെമ്മാൻമുക്കിലെ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. യുവതിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടിയിരുന്നു. ഇതിനുശേഷമാണ് തന്നെ ഒഴിവാക്കിയതെന്ന ചിന്തയാണ് തേജസിന് പകയായി മാറിയത്. എന്നാൽ ഇതുതന്നെയാണോ യഥാർത്ഥ കാരണമെന്ന അന്വേഷണത്തിലാണ് പോലീസ്. എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കരുതെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തുണ്ടാകുന്ന വിവിധതരം തട്ടിപ്പുകളിൽ എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് അതിനോട് പോയി മലയാളികൾ ചെന്ന് നിൽക്കാതിരിക്കുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. തട്ടിപ്പുകളെക്കുറിച്ച് പോലീസിന്റേതടക്കമുള്ള വിവിധ ഏജൻസികൾ നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്.
എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകളോ വാഗ്ദാനങ്ങളോ നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ആദ്യമേ നിയമപരമായ നടപടികൾ എടുക്കാൻ പോലീസിന് പരിമിതിയുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ തട്ടിപ്പ് നടത്തുമെന്ന് പറഞ്ഞ് അവർക്കെതിരെ കേസെടുക്കാനാവില്ല. തട്ടിപ്പ് നടന്നാൽ കേസെടുക്കും. സ്ഥാപനങ്ങൾ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി തൽക്കാലം ലാഭം കിട്ടട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് തട്ടിപ്പിന് അവസരമൊരുങ്ങുന്നത്. ഇത്തരം വാഗ്ദാനങ്ങൾ വീഴാതിരിക്കാനുള്ള കരുതലാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദരാഞ്ജലികൾ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. മലയാളി മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ചലച്ചിത്ര ഗാനങ്ങളുടെ രചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:55 അന്ത്യം. വീട്ടിൽ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഹൃദയ സംബന്ധമായ അസുഖത്താൽ കഴിഞ്ഞ 8-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കായിക ലോകം. മെസ്സി ബ്രസീലിനെതിരായ ലോകകപ്പ് മത്സരത്തിനില്ല. പേശിക്ക് പരിക്കേറ്റതിനാൽ മെസ്സി അടുത്ത് നടക്കുന്ന 2 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കില്ലെന്ന് റിപ്പോർട്ട്. യുറഗ്വായ്, ബ്രസീൽ ടീമുകൾക്കെതിരെയാണ് അർജന്റീനയ്ക്ക് പോരാട്ടമുള്ളത്. മുഖ്യ പരിശീലകൻ ലയണൽ സ്കലോണി പ്രഖ്യാപിച്ച 25-അംഗ സ്ക്വാഡിൽ മെസ്സിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. പകലുറക്കം ശരീരത്തിന് വിശ്രമം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാനും ഇത് സഹായിക്കുന്നു. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഉച്ചയ്ക്കുറങ്ങുന്ന ആളുകളിൽ ഹൃദ്രോഗത്തിന്റെ സാധ്യത 40% കുറയുന്നു. ഹൃദയാഘാതത്തിനെതിരെയുള്ള ശക്തമായ പ്രതിരോധ മാർഗമായി ശാസ്ത്രജ്ഞർ പകലുറക്കത്തെ കണക്കാക്കുന്നു. ചുരുക്കത്തിൽ പകലുറക്കം ശരീരത്തിനും മനസ്സിനും ഗുണകരമാണ്. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.